ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഈ സദസ്സിലേക്ക് വന്നു ചേർന്ന ആയിരക്കണക്കിന് വിശ്വാസികൾ, സഹോദര സഹോദരിമാർ, അവരുടെ നിയ്യത്തുകളെ സാധൂകരിച്ചു കൊടുക്കണേ അല്ലാ. വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് രക്ഷിക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളുണ്ടവണ്ട് നീ പരിപൂർണമായി ശമനമാക്കണേ അല്ലാ. മാറാവ്യാധി കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, നീ പരിപൂർണ ശിഫ നസീബാക്കണേ അല്ലാ. മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരുണ്ട്, സാലികത്തുമായ മക്കളെ നൽകണേ അല്ലാ. പടച്ചറപ്പേ, ഗർഭിണികളായ സഹോദരിമാരുണ്ട്, നീ സുഖപ്രസവം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ആബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ആരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ സഹോദരിമാരെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. നാളെ മഹ്ശറ ബൻസബയിലെ സർവരും വേർപ്പിൽ മുങ്ങി കുളിക്കുമ്പോ അതാ ഒരു വിളിയാളം കേൾക്കുകയാണ്. ഐന ജിറാനി, ഐന ജിറാനി, ഐന ജിറാനി. എവിടെ എന്റെ അയൽവാസികൾ, എന്റെ അയൽവാസികൾ എവിടെയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോ ആദം നബി അലൈഹിസ്സലാം മുതൽ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള മുഴുവൻ മനുഷ്യരും ഒന്നടങ്കം തിരിച്ചു ചോദിക്കും അത്രേ, വമൻ ജിറാനുക യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചറപ്പേ, നിന്റെ അയൽവാസി ആരാണ്? നിനക്കാരോരും തുണ വേണ്ട എന്നും നീ പരാശരരഹിതനാണെന്നും പരിശുദ്ധ ഖുർആൻ മുഖേന നീ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടല്ലോ അല്ലാ. പിന്നെ ആരാണ് നിന്റെ അയൽവാസികളെന്ന് ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും റബ്ബിനോട് ചോദിക്കുമ്പോ ഈ ലോകത്തിന്റെ തമ്പുരാനായ പടച്ചറപ്പുടനെ മറുപടി കൊടുക്കുമത്രേ, അല്ലദീന യഅ്തൂന ഇലൽ മസാജിദി ഖബ്ലൽ അദാൻ. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ശ്രവണസുന്ദരമായ ബാങ്കുലി മുഴങ്ങുമ്പോ വധുവെടുത്തുകൊണ്ട് ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് ഇമാമിന്റെ വലതുഭാഗത്ത് 1ാമത്തെ സഫിൽ സ്ഥാനം പിടിക്കുന്നതായ ഏത് വ്യക്തികളുണ്ടോ, ഏത് ചെറുപ്പക്കാരുണ്ടോ, ഏത് സഹോദരങ്ങളുണ്ടോ, ഏത് വൃദ്ധരാകുന്ന പാവപ്പെട്ടതാകുന്ന ഉപ്പമാരുണ്ടോ, വഹും ജിറാനി, വഹും ജിറാനി, അവരാണ് എന്റെ അയൽവാസികളെന്ന് പടച്ചറബ് പറഞ്ഞ കൂട്ടത്തിൽ പാപികളും ദോഷികളുമായ മുഴുവൻ ആളുകളെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതുപോലെ, അല്ലാഹു പറയുന്നത് പോലെ അവന്റെ അയൽവാസികളായി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഈ സദസ്സിൽ വന്നു ചേർന്ന മുഴുവൻ സഹോദരങ്ങളെയും നീ കബൂലാക്കണേ റബ്ബേ. അവന്റെ അയൽവാസികളായി സ്വീകരിക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. ഉള്ള ജോലിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഐശ്വര്യം നൽകണം റബ്ബേ, അഭിവൃദ്ധി നൽകണേ അല്ലാ, ലാഭം നൽകണേ അല്ലാ, സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാ, ഹലാലായ സാമ്പത്തികം നൽകണേ അല്ലാ. ജനങ്ങൾ ഇന്ന് സാമ്പത്തിക പരാധീനതയിലാണ് റബ്ബേ, കഷ്ടപ്പാടിലാണ് അല്ലാ. നിനക്കറിയാമല്ലോ അല്ലാ. ലോകം ഇന്ന് മനുഷ്യനെ സാമ്പത്തിക സ്കെയിൽ കൊണ്ട് അളക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് റബ്ബേ. ഞങ്ങൾക്ക് ഖൈറായ സാമ്പത്തികം നൽകണേ അല്ലാ. അത് ദീനിനു വേണ്ടി ചെലവഴിക്കുന്നവരാണ്, നീ കബൂലാക്കണേ അല്ലാ. ദീനിനെ സ്നേഹിക്കുന്നവരാണ്, കബൂലാക്കണേ അല്ലാ. ദീനിന്റെ അഖിലുകാരെ സ്നേഹിക്കുന്ന നാട്ടുകാരാണ്, കബൂലാക്കണേ അല്ലാ. ദീനിന്റെ അഖിലുകാർക്ക് വേണ്ടി ചങ്ക് പറിച്ചു കൊടുക്കാൻ തയ്യാറുള്ള യുവാക്കളാണ്, കബൂലാക്കണേ
കബൂലാക്കണേ അല്ലാ. ഇവരുടെ സ്നേഹം നീ സ്വീകരിക്കണേ അല്ലാ. ഈ കൂട്ടായ്മ നീ വിജയിപ്പിക്കണേ അല്ലാ. ഇതിനു വേണ്ടി പരിശ്രമിച്ചവർക്ക്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക്, ശാരീരികമായി മാനസികമായി ഐക്യവേദിയെ പിന്തുണച്ച മുഴുവൻ ആളുകൾക്കും നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ഐശ്വര്യം ചൊരിയണേ അല്ലാ. പ്രവാസ ലോകത്ത് നിന്ന് വാത് കേൾക്കുന്ന സഹോദരങ്ങളുണ്ട്. എത്രയോ പ്രവാസികൾ കണ്ണീരിലാണ്, വിയർപ്പിലാണ് റബ്ബേ. അവരുടെ വിഷമങ്ങള്, പ്രയാസങ്ങൾ നീക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പള്ളിയുടെ മിനാരങ്ങൾ, ഞങ്ങളുടെ മദ്രസയുടെ ഉത്തരങ്ങളെല്ലാം അവരെ കൊണ്ടാണ് കടന്നു വന്നിട്ടുള്ളത് റബ്ബേ. പ്രവാസ ലോകത്തുള്ളവർക്ക്, നാട്ടിലുള്ളതാകുന്ന സഹോദരങ്ങൾക്കെല്ലാം ഖൈറായ ജീവിതം കൊടുക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഷാഫി ഇമാമിന്റെ ജീവിതത്തിൽ കൊടുത്ത ബറക്കത്ത് നൽകണേ അല്ലാ. 43 വയസ്സുകൊണ്ട് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങൾ, അറിയപ്പെടാത്ത നിലയ്ക്ക് തന്നെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിച്ചു തീർത്ത നബവി ഇമാമിനെ പോലെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടിയ ആളുകളുടെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ജീവിതത്തിൽ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടത്തോടുള്ള മഹബ്ബത്ത് നൽകണേ അല്ലാ. അവിടത്തോടുള്ള അനുരാഗം നൽകണേ അല്ലാ. ഈ സദസ്സിൽ വന്ന് ചേർന്ന മുഴുവൻ ആളുകൾക്കും നൽകണേ അല്ലാ. ഈ നാടിന്റെ മതസൗഹാർദ്ദത്തെ നിലനിർത്താൻ, ഈ നാടിന്റെ മത ഐക്യത്തെ നിലനിർത്താൻ പരിശ്രമിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ. ഐക്യത്തെ നീ നിലനിർത്തണേ അല്ലാ. ഈ കൂട്ടായ്മയെ നീ വിജയിപ്പിക്കണേ അല്ലാ. ഈ സദസ്സിൽ വന്ന് ചേർന്ന ഓരോരുത്തർക്കുമായി ഒരുപാട് നിയ്യത്തുകളുണ്ട്. ആ നിയ്യത്തുകൾ മുഴുവൻ എണ്ണിയാലൊടുങ്ങാത്തതാണ്. അതെല്ലാം അറിയുന്ന റബ്ബേ, നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് അല്ലാ. അത് മുഴുവനും നീ നിറവേറ്റി തരണേ അല്ലാ. അല്ലാഹുവേ, എത്രയോ സഹോദരിമാരാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. സാലിഹീങ്ങളാകുന്ന മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ മാതാപിതാക്കളാകുന്ന ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ മഹല്ലിൽ ഐക്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ ഐക്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ സമുദായത്തിൽ ഐക്യം നൽകണേ റബ്ബേ. ഒറ്റ ശക്തിയായി നിലകൊള്ളാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ശരീഅത്തിന്റെ വിഷയങ്ങൾ ഒരുമിച്ചതുപോലെ ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഒരുമിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. നീ അതിന് തൗഫീഖ് നൽകണം റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്നവരാണ് റബ്ബേ. ആ സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് അല്ലാ. ആ സ്നേഹം ഞങ്ങൾക്ക് നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ഈമാനിനെ നീ ഊരിയെടുക്കരുത് റബ്ബേ. ഈമാനിനെ നീ ഊരിയെടുക്കരുത് അല്ലാ. ഞങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സർവോപരി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ, ഞങ്ങളുടെ ജമാഅത്തുകളുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യും കുടുംബാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ആലിമീങ്ങൾ ഒരുപാടുള്ള നാടാണ്. അവർക്കെല്ലാവർക്കും നീ അറിവ് വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ചുറ്റുമൂലയിലെ ദർസിലെ മുത്തല്ലിമീങ്ങളുണ്ട്, കരുനാഗപ്പള്ളി ദർസിലെ മുത്തല്ലിമീങ്ങളുണ്ട്, അല്ലാത്തതാകുന്ന പല ദർസുകളിൽ മുത്തല്ലിമീങ്ങൾ ഈ സദസ്സിലുണ്ട്. അവർക്കെല്ലാവർക്കും നാഫിയായ ഇൽമിനെ നീ എത്തി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് അറിവ് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. ഞങ്ങൾ പാവപ്പെട്ടവരാണ് റബ്ബേ. നിന്റെ ദർബാറിലേക്ക് ഞങ്ങൾ കരമുയർത്തുന്നു അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഇന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഒരു സലാം പോലും കുടുംബാദികൾ നിന്ന് പ്രതീക്ഷയില്ലാതെ പ്രതീക്ഷയച്ച് കഴിയുന്നതാകുന്ന ആളുകൾ പള്ളിയുടെ ചുറ്റുവട്ടത്ത് ആരടി മണ്ണിന്റെ ഇരുട്ടറയിൽ കഴിയുന്നുണ്ട് റബ്ബേ. അവരുടെ ഖബർ ജീവിതം നീ നന്നാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പ് ഖബറിൽ നീ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രം നീക്കണേ അല്ലാ. സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. സ്വർഗീയ പാനീയങ്ങൾ പാനം ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ. ഹബീബായ നബി തങ്ങളോടുള്ള സ്നേഹം നൽകണേ അല്ലാ. നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, നൂറു കി ജൽവാ नूर की जलका नूर की महफिल जा मदीना
തുജേ സലാം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ മജ്‌ലിസിൽ നിന്നുകൊണ്ട് ഹരിതായ്മയുടെ ആലയത്തിൽ മോചനത്തിന്റെ വെള്ളിടികൾ ഉയർത്തിയിട്ട് ആ സമുദായത്തെ മുഴുവനും മാതൃകായോഗ്യമായ സമുദായമാക്കി കൊണ്ടുവന്ന് ലോകത്താകമാനമുള്ള മാനവികതയുടെ മനതലങ്ങളിൽ മദീനതയോടുള്ള അനുരാഗത്തിന്റെ ആത്മവല്ലികൾ തീർത്ത ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ തിരുഹദറത്തിലേക്ക് ഈ സലാത്ത് സലാമിനെ എത്തിക്കണേ അല്ലാഹ്. പാവപ്പെട്ടവരാണ് റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളുടെ തിരുചാരത്തേക്ക് ഞങ്ങളുടെ സലാത്ത് സലാമിനെ എത്തിക്കണേ അല്ലാഹ്. ഈ ദേശനിയുടെ സദസ്സല്ലെന്ന് നിനക്കറിയാമല്ലോ അല്ലാഹ്. ഇത് പരദൂഷണത്തിന്റെ സദസ്സല്ലെന്ന് നിനക്കറിയാമല്ലോ അല്ലാഹ്. ഇതൊരു റിയാലിറ്റി ഷോ അല്ലെന്ന് നിനക്കറിയാമല്ലോ അല്ലാഹ്. ഇതൊരു ദീനിന്റെ മജ്‌ലിസാണ്. നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പേരിൽ ഒരുമിച്ച് കൂട്ടിയ മജ്‌ലിസാണ്. അല്ലാഹുവേ, ആ ഹബീബിന്റെ ചാരത്തേക്ക് ഞങ്ങളുടെ സലാത്ത് സലാമിനെ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് ഈ സദസ്സിലേക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. അവിടുത്തെ കാവലിലായി ഞങ്ങളുടെ പാവപ്പെട്ട പെൺമക്കളെ, സഹോദര സഹോദരിമാരെ, ഞങ്ങളുടെ ആൺമക്കളെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഈ സദസ്സിൽ വന്നു ചേർന്ന മുഴുവൻ സഹോദരിമാരെയും സഹോദരങ്ങളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ആ പ്രവാചകന്റെ കാവലിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്. അവിടുത്തെ തണലിലായി ജീവിതം വഴി നടത്തണേ അല്ലാഹ്. അവിടുത്തെ തണലിലായി മരണവും സാധ്യമാക്കണേ അല്ലാഹ്. അതിനുപകരിക്കുന്ന മജ്‌ലിസായി ഈ മജ്‌ലിസ് നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇതുപോലെയുള്ള ഇൽമിയായ മജ്‌ലിസുകൾ ഇനിയും ഈ നാട്ടിൽ വരുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു വആലി സയ്യിദിനാ മുഹമ്മദിൻ വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദിൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد يا رب.